സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ ഒരു നൈസ് കിഡിലൻ സൂപ്പർ ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പൊ വെൽക്കം ടു ജോമോ മൂവി വേൾഡ്. ജിത്ത് ജോസഫ് ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് ആണ് സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ. ഒരു ഫാമിലി സെറ്റപ്പിലുള്ള മിസ്റ്ററി ഫിൽഡ് ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു രീതിയിൽ എടുത്തിട്ടുള്ള എന്നാൽ ഒരു ട്വിസ്റ്റ് എൻഡിങ് ഒക്കെ ഉള്ള ഒരു നൈസ്, അതായത് എന്താ പറയാ, ഒരു നിഗൂഢത വെച്ചിട്ട് തുടങ്ങുന്ന ഒരു എപ്പിസോഡുകളായിട്ടാണ് ഇതിന്റെ ഒരു പ്രസന്റേഷൻ. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ടിട്ട് തന്നെ എന്താണ് ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരു ചോദ്യം നമ്മളിൽ വരും. ഒരു 1, 2, 3 എപ്പിസോഡ് ആകുമ്പോഴേക്കും നമുക്കിങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതെന്താണ് ഇങ്ങനെ അങ്ങനെ 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 ആ ഒരു മോഡിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻഡിങ്. നമ്മളിങ്ങനെ പലതരത്തിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയാല് 6ാമത്തെ എപ്പിസോഡ്, ലാസ്റ്റ് എപ്പിസോഡ് വരുമ്പോൾ നമുക്കുള്ള എല്ലാ കൺഫ്യൂഷനും അവർ ഒരുവിധം ക്ലിയർ ചെയ്ത് തരും. നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെ ഒരു ടിസ്റ്റാണ് വരുന്നത് എന്ന്. ആ ടിസ്റ്റ് കൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഒറ്റയടിക്കൊണ്ട് ഇരട്ടിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് അതിഗംഭീരം അസാമാന്യം എന്നല്ല വിളിക്കണത്. ആ ഒരു ടിസ്റ്റ്, ആ ഒരു ലാസ്റ്റ് എപ്പിസോഡ് ഇതിന് വലിയൊരു സ്റ്റാൻഡേർഡ് ഇതിനെ മുകളിലേക്ക് കൊടുന്നു. അതോടെ ഇതിനൊരു നല്ലൊരു മികച്ച അനുഭവമായിട്ട് മാറുകയാണ്. പിന്നീട് അതായത് എനിക്ക് തോന്നണത് ഇത് സെക്കൻഡ് വാച്ച് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരിക. കാരണം ആദ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇനി എന്താവും അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ വെച്ചാൽ നമുക്ക് അറിയില്ലല്ലോ ഇതൊരു ഈ കാണിക്കുന്നതിനൊക്കെ ഇനി വേറെ തരത്തിലുള്ള അർത്ഥങ്ങൾ വരാൻ പോകുന്നുണ്ടെന്ന്. അതൊക്കെ അവസാനത്തെ എപ്പിസോഡ് കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുക. പിന്നീട് ഞാൻ കുറച്ചു നേരം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ഇങ്ങനെയായിരുന്നില്ല അങ്ങനെയായിരുന്നില്ല നമ്മൾ ചിന്തിക്കില്ലേ. അപ്പോഴാണ് ഇതിന് തൊട്ട് മുമ്പത്തെ ആ എപ്പിസോഡുകളൊക്കെ എന്തുകൊണ്ട് അവർ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ നമുക്ക് ഉത്തരം കിട്ടുക. അപ്പൊ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ബിഞ്ച് വാച്ച് ചെയ്തിട്ട് ഞാൻ കണ്ടത്. കാരണം ഞാൻ ഉച്ചയ്ക്ക് ഇത് ഒരു 3:30-4 മണിക്ക് കണ്ടു തുടങ്ങിയിട്ട് ആ ഒരു 3 മണിക്കൂർ ഉണ്ടാവും ഒരു 6 എപ്പിസോഡ് കേട്ട്. ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് കണ്ടു, വേറെ ഒന്നും നോക്കാതെ നെറ്റിലേക്ക് വേറെ എവിടേക്കും പോവാണ്ട് അതിങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കണ്ട് തീർത്തു. ഞാൻ പറഞ്ഞില്ല, അത് എനിക്ക് ഇങ്ങനത്തെ നിഗൂഢതകളുള്ള മിസ്റ്ററി എലമെന്റ്സ് ഉള്ള സീരീസുകൾ അല്ലെങ്കിൽ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹുക്കായി, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റീവ് മോഡിലുള്ള ഭയങ്കര ക്ലൂസ് അന്വേഷിച്ച് ഫിഗർ ഔട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ത്രില്ലറോ ഒരു സസ്പെൻസ് ത്രില്ലറോ അല്ല. ഇതൊരു ഫാമിലി മോഡില്. ഇതിന്റെ ഒരു കഥ എന്ന് പറയുന്നത് എന്താ, ഒരു ഫാമിലിയുടെ ഇടയിലേക്ക് കുട്ടിക്ക് ഒരു സ്വപ്നങ്ങളിൽ കണ്ട പോലത്തെ ഒരാളെ ഈ റിയൽ ലൈഫിൽ കാണാണ്. അതേ ആള് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ വരികയാണ്. അവിടെ തൊട്ട് ഈ പെണ്ണിനെ ഈ കുട്ടിക്ക് അയാള് ഒരു ക്രീപ്പി മനുഷ്യനായിട്ടാണ് അനുഭവപ്പെടുന്നത്, ഒരു ഡേഞ്ചർ പോലെ തോന്നുക. അപ്പൊ അതെന്തായിരിക്കും ആ കുട്ടിക്ക് അങ്ങനെ തോന്നുന്നത്, ഇതിൽ അതെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ, അത് ഈ കുട്ടിക്ക് ഇവരുടെ പേരൻസിനെ കൺവിൻസ് ചെയ്യാൻ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു നിഗൂഢതയാണ് ഇതിന്റെ ഒരു സിനോപ്സിസ് വിളിക്കാം. അതും എങ്ങനെയൊക്കെ അത് കൃത്യമായി പറഞ്ഞു തരുന്നതിലാണ് ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേ മേക്കിംഗ് പെർഫോമൻസ് ഒക്കെ ഇരിക്കുന്നത്. പെർഫോമൻസിനെ കുറിച്ച് വരുമ്പോൾ ഇതിൽ മീന, വിനീത്, പിന്നെ അനീഷ്മ അനിൽകുമാർ മറ്റേ മരണമാസിലും സിറ എന്ന് പറഞ്ഞ തമിഴ് പടത്തിലേക്കുള്ള പെൺകുട്ടിയും, പിന്നെ മൂത്തോ കണ്ടിട്ടുണ്ടെങ്കിൽ മൂത്തോന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, അതിൽ സഞ്ജന ദീപ് എന്ന് പറഞ്ഞിട്ട്. വേറെ ഏതെങ്കിലും പടത്തിലുണ്ടോന്ന് അറിയില്ല. അവൾ കുറച്ചുകൂടി മുതിർന്ന പെൺകുട്ടിയായിട്ടാണ് ഇതിൽ വരുന്നത്. നൈസ് അഭിനയം. പ്രത്യേകിച്ച് വിനീത്, മീന, ഈ കുട്ടി, പിന്നെ ഹക്കീമുണ്ട്. ഹക്കീം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ഒപ്പം തന്നെ വിഷ്ണു ശ്യാമിന്റെ മ്യൂസിക് ഒക്കെ നൈസാണ്. സിറ്റുവേഷൻ അനുസരിച്ച് ആപ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കാണ് കൊടുത്തേക്കണത്. പിന്നെ ഞാൻ പറഞ്ഞു, ജിത്തു ജോസഫ് ഇതിൽ റൈറ്ററോ ഡയറക്ടറോ ഒന്നും തന്നെ അല്ലെങ്കിൽ കൂടി ഒരു ക്രിയേറ്റീവ് സൂപ്പർവൈസർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ അതിന്റെ എന്താ പറയാ ഒരു എക്സലൻസ് ഇതിൽ കാണാം. കാരണം മൂപ്പര് ഇങ്ങനത്തെ ത്രില്ലർ പടങ്ങളുടെ ഒരു ആളാണല്ലോ. അപ്പൊ മൂപ്പരുടെ ഒരു സൂപ്പർവിഷൻ അതിലുണ്ടെന്ന് മാത്രം. പിന്നെ ഇതിന്റെ ഡയറക്ടർ പുതിയ ഈ ജിത്തു ജോസഫിനെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സുമേഷ് നന്ദകുമാറാണ്. ഇതിന്റെ റൈറ്റർ ഒരു ഇൻട്രസ്റ്റിംഗ് ആളാണ്. റൈറ്റർ സാധാരണ മുമ്പ് 2013 നീലാകാശം തൊട്ടിട്ട് മറ്റേ പാട്ടുകൾ എഴുതിക്കൊണ്ടിരുന്ന വിനായക് ശശികുമാറിന്റെ ആദ്യത്തെ സ്ക്രീൻ പ്ലേ ആണ്. റീസെന്റ്ലി കൊണ്ടാട്ടം, മറ്റേ തൊട്ടിന് പടത്തിലെ പാട്ടാണെങ്കിലും ബബ്ബബിലെ പാട്ടാണെങ്കിലും ഒക്കെ എഴുതിയ ആളുടെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ആണിത്. അതിൽ തന്നെ നല്ല ഒരു മികച്ച ഒരു സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ വിളിക്കാം. കാരണം സ്ക്രിപ്റ്റിന് ഒരു വളരെ ഇമ്പോർട്ടൻസ് കാരണം ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്ക്രിപ്റ്റ് കഥ കൊടുക്കുന്ന രീതി. പിന്നെ എടുത്തു പറയേണ്ടത് എഡിറ്റിംഗ് ഷോർട്സ്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അവസാനത്തെ ഒരു എപ്പിസോഡില് എല്ലാ എപ്പിസോഡിലും 25-30 മിനിറ്റ് ഉള്ളു. പക്ഷെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ലാസ്റ്റ് എപ്പിസോഡിൽ ഇവരിങ്ങനെ ആ ഒരു ടിസ്റ്റ് ഇങ്ങനെ റിവീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണതൊക്കെ കുറെ സീൻസ് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകും. അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എഡിറ്റർ പേര് ഞാൻ നോട്ട് ചെയ്യാൻ മറന്നു. എഡിറ്റർക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ ഉണ്ട്.
അപ്പൊ മൊത്തത്തില് മിസ്റ്ററികൾ ഇഷ്ടപ്പെടുന്ന, മിസ്റ്ററി സസ്പെൻസ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും കണ്ടു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ആവുന്ന ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക, ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പൊ ആദ്യമേ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.